ഹായ് ഹലോ ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യുമേറ്റിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് 4ാം ക്ലാസ്സിലെ മക്കളുടെ പരിസര പഠനത്തിലെ 7ാമത്തെ പാഠമാണ്. ദിക്കറിയാം നാടറിയാം എന്നാണ് കേട്ടോ ഈ പാഠത്തിന്റെ പേര്. ഈ പാഠഭാഗത്തിലെ മുഴുവൻ പ്രവർത്തനങ്ങളുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചെയ്തു നോക്കുന്നത്. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുന്നായി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. നിങ്ങൾക്ക് ആവശ്യമുള്ള 4ാം ക്ലാസ്സിലെ മറ്റു വിഷയങ്ങളുടെ വീഡിയോസ് STD4 ന്യൂസ് സിലബസ് എന്നുള്ള പ്ലേലിസ്റ്റ് ഉണ്ട്, അതിലെടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് കേട്ടോ. അപ്പൊ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. പാഠം തുടങ്ങുന്ന സമയത്ത് ദാ നോക്കിക്കുക, ഒരു അമ്മയും മകളും കൂടെ സ്കൂട്ടറിൽ എങ്ങോട്ടോ യാത്ര പോവാണ്. അപ്പൊ അമ്മ പറയണെന്ത്, മോളെ നമുക്ക് വഴി തെറ്റിയെന്നാ തോന്നുന്നേ. അപ്പൊ മകൾ എന്താ പറയുന്നത്, നമുക്ക് GPS നോക്കിയാലോ അമ്മേ. GPS എന്ന് കേട്ടിട്ടുണ്ടോ മക്കളെ? നമ്മളെ ദിക്കറിയാൻ അല്ലെങ്കിൽ വഴി അറിയാൻ സഹായിക്കുന്ന ഒരു സംവിധാനമാണ് GPS. യാത്ര ചെയ്യുമ്പോൾ വഴി കണ്ടെത്താൻ GPS ഉപയോഗിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകുമല്ലോ. GPS അഥവാ ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം എന്നത് തത്സമയ സ്ഥാനം, സമയം എന്നിവ അറിയാൻ ഉപഗ്രഹ സഹായത്തോടെ പ്രവർത്തിക്കുന്ന സംവിധാനമാണ്. GPS നിലവിൽ വരും മുൻപ് വഴി അറിയാൻ നാം ഉപയോഗിച്ചിരുന്ന മാർഗങ്ങൾ എന്തൊക്കെയാവാം? മറ്റുള്ളവരോട് ചോദിച്ച്, നക്ഷത്രങ്ങൾ, സൂര്യൻ എന്നിവ നിരീക്ഷിച്ച്, ദിശാസൂചികൾ ഉപയോഗിച്ച്, അതായത് വടക്ക് നോക്കിയന്ത്രം പോലുള്ള സൂചികൾ ഉപയോഗിച്ച്, ഭൂപടങ്ങൾ നോക്കി, വഴിയാത്രക്കാരോടും നാട്ടുകാരോടും ചോദിച്ച്, പ്രകൃതിദത്തമായ അടയാളങ്ങൾ നോക്കി, അതായത് നമ്മളുടെ എവിടെയൊക്കെയുള്ള മല, കുന്ന് അല്ലെങ്കിൽ കടല്, പുഴ അതൊക്കെ കണ്ടുവച്ചിട്ട് അത് ഇന്ന സ്ഥലമാണെന്ന് പറയില്ലേ, അതിനെയാണ് കേട്ടോ പ്രകൃതിദത്തമായ അടയാളങ്ങൾ നോക്കി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പുതിയ സംവിധാനങ്ങൾ നിലവിൽ വരും മുൻപ് വഴി കണ്ടെത്താനും സ്ഥാനം നിർണ്ണയിക്കാനും ദിക്കുകളെയാണ് നാം ആശ്രയിച്ചിരുന്നത്. ദിക്കുകൾ ഏതെല്ലാമാണ്? കിഴക്ക്, പടിഞ്ഞാറ്, തെക്ക്, വടക്ക്. ദിക്ക് കണ്ടെത്താൻ എന്തെല്ലാം മാർഗങ്ങളാണുള്ളത്? സൂര്യന്റെ സ്ഥാനം നോക്കി, നിഴൽ നോക്കി, ചില നക്ഷത്രങ്ങളെ നോക്കി, അതുപോലെ പ്രകൃതിദത്തമായ മറ്റു ചില ഘടകങ്ങളെ അല്ലെങ്കിൽ അടയാളങ്ങളെ നോക്കി. അഹാന ഉദയസൂര്യനെ അടിസ്ഥാനമാക്കി ദിക്കുകൾ കണ്ടെത്തുന്നത് എങ്ങനെയെന്ന് നോക്കൂ. ഉദയസൂര്യന് അഭിമുഖീകരിച്ചാണ് അഹാന നിൽക്കുന്നത്. എന്നിട്ടോ ദിക്ക് നോക്കുകയാണല്ലേ. സൂര്യൻ ഉദിക്കുന്നതായി കാണപ്പെടുന്നത് ഏത് ദിക്കിലാണ്? കിഴക്ക് ദിക്കിലാണ്. കിഴക്കാണ് സൂര്യൻ ഉദിക്കുന്നത്. ഏത് ദിക്കിലേക്ക് നോക്കിയാണ് അഹാന നിൽക്കുന്നത്? നോക്കൂ, സൂര്യൻ ഉദിക്കുന്ന സ്ഥലത്തേക്കാണല്ലേ അഹാന നോക്കുന്നത്. അപ്പൊ കിഴക്കിലേക്കാണ് നോക്കുന്നത്. അഹാനയുടെ പിറകുവശം ഏത് ദിക്കായിരിക്കും? അതായത് കിഴക്കിന്റെ കിഴക്കിന് നേരെ എതിരുള്ളത് പടിഞ്ഞാറാണ്. അഹാനയുടെ ഇടതുഭാഗം ഏത് ദിക്കിനെയാണ് സൂചിപ്പിക്കുന്നത്? അതായത് അഹാനയുടെ കൈ നീട്ടിയിരിക്കുന്ന ഭാഗം കണ്ടോ, അത് വടക്കിനെയാണ് സൂചിപ്പിക്കുന്നത്. വലതുഭാഗമോ? വലതുഭാഗം തെക്കിനെ സൂചിപ്പിക്കുന്നു. സൂര്യനെ കാണാത്ത സമയങ്ങളിൽ നമ്മൾ എങ്ങനെ ദിക്ക് കണ്ടെത്തും? സൂര്യനെ കാണാത്ത സമയങ്ങളിൽ അഥവാ രാത്രിയിൽ ദിക്ക് കണ്ടെത്തുന്നതിന് ധ്രുവ നക്ഷത്രം ഉപയോഗിക്കാം. ഇതെപ്പോഴും വടക്ക് ദിക്കിനെയാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് അത്തരം ഉപകരണങ്ങൾക്ക് നമ്മൾ വടക്ക് നോക്കി യന്ത്രം എന്ന പേര് കൊടുത്തിട്ടുള്ളത്. ഇനി വടക്ക് നോക്കി യന്ത്രത്തെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നോക്കാം. ദിക്കറിയുന്നതിനുള്ള ഉപകരണമാണ് വടക്ക് നോക്കി യന്ത്രം. വടക്ക് നോക്കി യന്ത്രത്തിന്റെ മധ്യത്തിൽ ഒരു കാന്ത സൂചിയുണ്ട്. ഈ സൂചി വടക്കു തെക്കായി മാത്രമേ നിൽക്കുകയുള്ളൂ. ഈ സൂചിയിൽ പ്രത്യേകമായി അടയാളപ്പെടുത്തിയ അഗ്രമാണ് വടക്ക് ദിക്കിനെ സൂചിപ്പിക്കുന്നത്. ഇവിടെ ചുവന്ന അടയാളത്തിലൊരു ഭാഗം കണ്ടോ, അതാണ് വടക്കിനെ സൂചിപ്പിക്കുന്നത്. വടക്ക് നോക്കി യന്ത്രം ഉപയോഗിച്ച് ദിക്ക് കണ്ടെത്താൻ രഹാനെ സഹായിച്ചാലോ? രഹാൻ ഏത് ദിക്കിലേക്ക് നോക്കിയാണ് നിൽക്കുന്നതെന്ന് കണ്ടെത്താം. രഹാന്റെ കയ്യിലിരിക്കുന്ന വടക്ക് നോക്കി യന്ത്രത്തിന്റെ സൂചി ശ്രദ്ധിച്ചാൽ രഹാൻ തെക്കു വശത്തേക്കാണ് നോക്കുന്നതെന്ന് മനസ്സിലാക്കാം. കണ്ടോ മക്കളെ, വടക്കിന്റെ നേരെ ഓപ്പോസിറ്റ് ആണല്ലേ നോക്കി നിൽക്കുന്നത്. രഹാന്റെ ഇടതുവശം ഏത് ദിക്കാണ്? ഇടതെന്ന് പറയുമ്പോൾ ഈ ഭാഗം അല്ലേ, അത് എന്നാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത്, അതായത് ഈസ്റ്റ് അഥവാ കിഴക്ക്. രഹാന്റെ വലതുവശം ഈ ഭാഗമാണ്, അത് പടിഞ്ഞാറാണ്. ഇതുപോലെ വടക്ക് നോക്കി യന്ത്രത്തിന്റെ സഹായത്തോടെ നിങ്ങളുടെ ക്ലാസ് മുറിയിലെ വസ്തുക്കളുടെ ദിക്കുകൾ കണ്ടെത്താമോ? ക്ലാസ്സിലെ ബ്ലാക്ക് ബോർഡ് ഏത് ദിക്കിലാണ്? ക്ലാസ് മുറിയുടെ വാതിൽ ഏത് ദിക്കിലാണ്? ക്ലാസ് മുറിയുടെ ജനലുകൾ ഏതൊക്കെ ദിക്കിലാണ് എന്നൊക്കെ വടക്ക് നോക്കി യന്ത്രത്തിന്റെ സഹായത്തോടു കൂടിയിട്ട് കണ്ടെത്തുക. അവിടെ ഉത്തരം എഴുതി കൊടുക്കുക. ദിക്കുകൾ അടയാളപ്പെടുത്താം. ക്ലാസ് മുറിയിലെ വസ്തുക്കളുടെ ദിക്കുകൾ കണ്ടെത്തിയല്ലോ. ഇനി ക്ലാസ് മുറിയുടെ ഒരു സ്കെച്ച് വരച്ചാലോ? സ്കെച്ച് വരയ്ക്കുമ്പോൾ പേപ്പറിൽ ദിക്കുകൾ എങ്ങനെ രേഖപ്പെടുത്താം? വടക്കിന് അഭിമുഖമായി നിന്ന ശേഷം പേപ്പർ വടക്ക് തെക്കായി വെച്ച് 4 ദിക്കുകളും അടയാളപ്പെടുത്തുക. പേപ്പറിൽ സ്കെച്ച് വരയ്ക്കുമ്പോൾ പേപ്പറിന്റെ മുകൾ വശം വടക്ക്, താഴ്വശം തെക്ക്, വലതുവശം കിഴക്ക്, ഇടതുവശം പടിഞ്ഞാറ് എന്നിങ്ങനെ 4 ദിക്കുകളും അടയാളപ്പെടുത്തുക. തന്നിരിക്കുന്ന ചിഹ്നം ഉപയോഗിച്ച് ദിക്കുകൾ സൂചിപ്പിക്കണം. അതായത് N എന്നെഴുതിയത് വടക്ക്, S എന്നെഴുതിയത് തെക്ക്, W എന്നെഴുതിയത് പടിഞ്ഞാറ്, E എന്നെഴുതിയത് കിഴക്ക്. അങ്ങനെയാണ് കേട്ടോ. ക്ലാസ് മുറിയിലെ വസ്തുക്കളെ താഴെ കൊടുത്തിരിക്കുന്ന ചിഹ്നങ്ങൾ ഉപയോഗിച്ച് സൂചിപ്പിക്കണം.
അതായത് ബ്ലാക്ക് ബോർഡ് ഏത് ദിക്കിലാണ് അവിടെ ബ്ലാക്ക് ബോർഡ് വരച്ചു കൊടുക്കുക. ജനൽ ഏത് ദിക്കിലാണ് അവിടെ ജനൽ വരയ്ക്കുക. കതക്, അതായത് റൂമിലേക്ക് കിടക്കുന്ന വാതിൽ എവിടെയാണോ അത് വരയ്ക്കുക. ദിക്കുകൾ നോക്കിയിട്ട് ഡെസ്കുകളും ബെഞ്ചുകളും ഏത് ദിക്കിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അതും വരച്ചു ചേർക്കുക. കണ്ടെത്താം. ചിത്രം നിരീക്ഷിക്കൂ. നമുക്കിവിടെ കുറച്ച് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. നോക്കൂ, സ്കൂളുണ്ട്, അതുപോലെ ലൈബ്രറി ഉണ്ട്, പിന്നെ പോസ്റ്റ് ഓഫീസ് ഉണ്ട്, അതുപോലെ അഹാനയുടെ വീട്, രഹാന്റെ വീട്, ആശുപത്രി, ഇതൊക്കെ ഉണ്ട്. എന്നിട്ട് അതുപോലെ നമുക്കിവിടെ ഒരു വടക്ക് നോക്കിയന്ത്രത്തിന്റെ ദിശകൾ എങ്ങനെയൊക്കെയാണെന്നും വരുന്നത് എന്നും ഇവിടെ തന്നിട്ടുണ്ട്. ചോദ്യം നോക്കൂ. ചിത്രം നിരീക്ഷിക്കൂ. സ്കൂളിന്റെ ഏത് ദിശയിലാണ് ലൈബ്രറി? സ്കൂളിലെ ഏറ്റവും മുകളിലാണല്ലേ നിൽക്കുന്നത്. തൊട്ട് താഴെയാണ് ലൈബ്രറി. താഴെ എന്ന് പറയുമ്പോൾ താഴേക്കുള്ള ദിശ എസ് എന്ന് എഴുതിയത്, അതായത് സൗത്ത്, തെക്ക് ദിശയിലാണ്. പോസ്റ്റ് ഓഫീസിന്റെ ഏത് ദിശയിലാണ് ലൈബ്രറി? പോസ്റ്റ് ഓഫീസ് ഇതാ ഇവിടെയാണ്. പോസ്റ്റ് ഓഫീസിന്റെ നേരെ ഈ ഭാഗത്താണ്, അല്ലെ, ഈ വശത്താണ് ലൈബ്രറി, അതായത് W എന്ന് എഴുതിയ ഭാഗം. അതേതാണ്? വെസ്റ്റ്, പടിഞ്ഞാറാണ്. അഹാനയ്ക്കും രഹാനും വീട്ടിൽ നിന്ന് ആശുപത്രിയിലേക്ക് പോകാൻ ഏത് ദിശയിൽ സഞ്ചരിക്കണം? അഹാനയുടെയും രഹാന്റെയും വീട് ഇവിടെയാണ്. അവരുടെ വീടിന്റെ ഈ വശത്താണ് ആശുപത്രി, അതായത് എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്ന ദിശയിൽ, ഈസ്റ്റ്, കിഴക്ക് ദിശയിൽ സഞ്ചരിക്കണം. രഹാന്റെ വീടിന്റെ ഏത് ദിശയിലാണ് സ്കൂള്? നോക്കൂ, രഹാന്റെ വീട് ഇവിടെ, അതിന് നേരെയാണ് സ്കൂള്. അപ്പൊ എന്നെഴുതിയ ദിശ, അതായത് വടക്ക് ഭാഗത്താണ് സ്കൂള്. സ്കൂളിന്റെ ഏത് ദിശയിലാണ് ആശുപത്രി? സ്കൂൾ ഇവിടെ, സ്കൂളിന്റെ ഏത് ദിശയിലാണ്? എന്നെഴുതിയിരിക്കുന്ന ഭാഗത്ത്, അതായത് കിഴക്ക് ഭാഗത്താണ്. പിന്നെ നേരെ കിഴക്ക് തന്നെയാണോ? അതെ. കൂടുതൽ ചോദ്യങ്ങൾ നിർമ്മിക്കൂ. നോക്കൂ, എങ്ങനെയൊക്കെ ചെയ്യാം നമുക്ക്. അഹാനയുടെ വീടിന്റെ ഏത് ദിശയിലാണ് സ്കൂള്? അങ്ങനെ നോക്കാം. പിന്നെ അതുപോലെ ലൈബ്രറിയിൽ നിന്ന് നോക്കുമ്പോൾ ഏത് ഭാഗത്താണ്, ഏത് ദിശയിലാണ് സ്കൂൾ വരുന്നത്? സ്കൂളിന്റെ ഏത് ദിശയിലാണ് പലചരക്ക് കട വരുന്നത്? ഇങ്ങനെയുള്ള ഒത്തിരി ചോദ്യങ്ങൾ നിങ്ങൾക്ക് നിർമ്മിക്കാവുന്നതാണ് കേട്ടോ. നൂൽപ്പുഴ ഗ്രാമപഞ്ചായത്ത് ഭൂപടം നോക്കൂ. നമുക്കിവിടെ നൂൽപ്പുഴ ഗ്രാമപഞ്ചായത്തിലെ 1 മുതൽ 17 വാർഡ് വരെയുള്ള വാർഡുകളിലെ ഓരോ സംഭവങ്ങൾ തന്നിട്ടുണ്ട്. അപ്പൊ എന്തൊക്കെയാണ്? ഇങ്ങനെ ഓരോ അടയാളങ്ങളും തന്നിട്ടുണ്ട് കേട്ടോ. സംസ്ഥാന അതിർത്തി ഏത്, വാർഡ് അതിർത്തി ഏത്, പഞ്ചായത്ത് റോഡ്, നാഷണൽ ഹൈവേ, പുഴ, നെൽവയൽ, സ്കൂള്, ആശുപത്രി, പഞ്ചായത്ത് ഓഫീസ്, കളിസ്ഥലം, കുളം, കാട്. ഇത്രയും കാര്യങ്ങൾ വാർഡിന് എവിടെയൊക്കെ ഉണ്ട് എന്ന് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇനി ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. നോക്കൂ, തമിഴ്നാടും കർണാടകയുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ നൂൽപ്പുഴ ഗ്രാമപഞ്ചായത്തിന്റെ രൂപരേഖ നിരീക്ഷിക്കാം. നൂൽപ്പുഴ ഗ്രാമപഞ്ചായത്തിൽ 17 വാർഡുകളുണ്ട്. ഏതൊക്കെ വാർഡുകളിലാണ് സ്കൂൾ ഉള്ളത്? സ്കൂളിന്റെ സിമ്പൽ അറിയാം അല്ലെ മക്കളെ? സ്കൂളിന്റെ സൂചിക തന്നിരിക്കുന്നത് നോക്കൂ. ഈ സൂചിക അല്ലെങ്കിൽ ഈ അടയാളം, ഈ സിമ്പൽ ഏതൊക്കെ വാർഡുകളിലുണ്ട് എന്ന് നോക്കിയാൽ മതി. വാർഡ് 6, 8, 10, 14, 16, 17. ഇനി ഏതൊക്കെ വാർഡുകളിലാണ് നെൽവയലുള്ളത്? നെൽവയലിന്റെ സൂചിക ഇതാണ്. അപ്പൊ വാർഡ് 1, 13, 15 എന്നിവിടങ്ങളിലാണ് ഉള്ളത്. ആശുപത്രി സ്ഥിതി ചെയ്യുന്നത് ഏത് വാർഡിലാണ്? ആശുപത്രിയുടെ ചിഹ്നം ഏതാണ്? ഇങ്ങനെ പ്ലസ് അടയാളം ഇട്ടിരിക്കുന്ന ചിഹ്നമാണ്. അത് വാർഡ് 5ലാണ് ഉള്ളത്. ഏതൊക്കെ വാർഡുകളിലൂടെയാണ് പുഴ ഒഴുകുന്നത്? പുഴയുടെ സൂചിക ഏതായിരുന്നു? ഈ നീല കളറിലുള്ളതായിരുന്നു. അത് വാർഡ് 6, 7, 8, 9, 10, 14, 15, 16 എന്നീ വാർഡുകളിലൂടെ ഒഴുകുന്നുണ്ട്. ഭൂപടത്തിൽ നിന്ന് സ്കൂൾ കണ്ടെത്താനും നെൽവയൽ കണ്ടെത്താനും ഒക്കെ നമ്മെ സഹായിച്ചത് എന്താണ്? ഈ സൂചികകളാണ് നമ്മെ സഹായിച്ചത്. അതായത് ഓരോ വസ്തുവിനെ അല്ലെങ്കിൽ ഓരോ സംഭവത്തെയും അടയാളപ്പെടുത്തിയിരിക്കുന്നത് ഈ അടയാളങ്ങളാണ് നമ്മെ സഹായിച്ചത്. കെട്ടിടങ്ങൾ, ജലാശയങ്ങൾ, ഗതാഗത മാർഗങ്ങൾ, കാർഷിക വിഭവങ്ങൾ, വനങ്ങൾ, വന്യജീവി സങ്കേതം തുടങ്ങിയവ സൂചിപ്പിക്കാൻ ഭൂപടത്തിൽ പ്രത്യേകം ചിഹ്നങ്ങളുണ്ട്. ഇതിനെ സൂചിക എന്ന് പറയുന്നു. ഭൂപടം പരിശോധിച്ച് ഓരോ വാർഡിന്റെയും സവിശേഷതകൾ പട്ടികപ്പെടുത്തൂ. അതിനായിട്ട് നമുക്കിവിടെ വാർഡ് നമ്പർ, അതുപോലെ ആ വാർഡിന്റെ സവിശേഷതകൾ എന്തൊക്കെയെന്നുള്ളൊരു പട്ടികയിൽ തന്നിട്ടുണ്ട്. നോക്കൂ, 1ാം വാർഡിൽ നമുക്ക് നെൽവയലുണ്ട്, വനപ്രദേശവുമുണ്ട്. മക്കൾക്ക് ഞാനിവിടെ ഇത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് നോക്കിയിട്ട് എന്താ പറയാ, ഭൂപടം കൊടുത്തിട്ടുണ്ട്, അത് നോക്കിയിട്ട് വേണം എഴുതാൻ. പിന്നെ 2ാം വാർഡിൽ നോക്കൂ, പഞ്ചായത്ത് റോഡുണ്ട്, കാടുണ്ട്. പിന്നെ 3ാം വാർഡിൽ പഞ്ചായത്ത് റോഡുണ്ട്, കാടുണ്ട്. കാട് എന്ന് പറയുന്നത് ആ പച്ച അടയാളത്തിലുള്ളതാണ്. 4ാം വാർഡിൽ അതുപോലെ പഞ്ചായത്ത് റോഡും ഉണ്ട്, കാടും ഉണ്ട്. അല്ലെങ്കിൽ വനപ്രദേശം എന്ന് എഴുതിയാൽ മതി, വനപ്രദേശം ഉണ്ടെന്ന് എഴുതിയാലും മതി. 5ാം വാർഡിൽ പഞ്ചായത്ത് റോഡുണ്ട്, ആശുപത്രി ഉണ്ട്, കാടുണ്ട്. 6ാം വാർഡിൽ പഞ്ചായത്ത് റോഡുണ്ട്, സ്കൂളുണ്ട്, പുഴയുണ്ട്, നാഷണൽ ഹൈവേ ഉണ്ട്. 7ാം വാർഡിൽ പഞ്ചായത്ത് റോഡുണ്ട്, പുഴയുണ്ട്, നാഷണൽ ഹൈവേ ഉണ്ട്, കാടുണ്ട്.
8ാം വാർഡില് പഞ്ചായത്ത് റോഡുണ്ട്, സ്കൂളുണ്ട്, നാഷണൽ ഹൈവേ ഉണ്ട്, കാടുണ്ട്. 9ാം വാർഡില് പഞ്ചായത്ത് റോഡുണ്ട്, നാഷണൽ ഹൈവേ ഉണ്ട്, പുഴയുണ്ട്, കാടുണ്ട്. 10ാം വാർഡില് പഞ്ചായത്ത് റോഡുണ്ട്, സ്കൂളുണ്ട്, പുഴയുണ്ട്, കാടുണ്ട്. 11ാം വാർഡില് പഞ്ചായത്ത് റോഡുണ്ട്, 12ാം വാർഡില് പഞ്ചായത്ത് റോഡുണ്ട്, 13ാം വാർഡില് പഞ്ചായത്ത് റോഡുണ്ട്, നെൽവയലുണ്ട്. 14ാം വാർഡില് പഞ്ചായത്ത് റോഡുണ്ട്, സ്കൂളുണ്ട്, നാഷണൽ ഹൈവേ ഉണ്ട്, പുഴയുണ്ട്. 15ാം വാർഡില് പഞ്ചായത്ത് റോഡുണ്ട്, നെൽവയലുണ്ട്, പുഴയുണ്ട്. 16ാം വാർഡില് പഞ്ചായത്ത് റോഡുണ്ട്, സ്കൂളുണ്ട്, പുഴയുണ്ട്, നാഷണൽ ഹൈവേ ഉണ്ട്, പഞ്ചായത്ത് ഓഫീസുണ്ട്. 17ാം വാർഡില് പഞ്ചായത്ത് റോഡുണ്ട്, സ്കൂളുണ്ട്, പുഴയുണ്ട്, നാഷണൽ ഹൈവേ ഉണ്ട്, കളിസ്ഥലം ഉണ്ട്. ഇത്രയും പ്രത്യേകതകളാണ് ഓരോ വാർഡിലും ഉള്ളത്. തന്നിരിക്കുന്ന സൂചികകൾ നോക്കുക. എന്നിട്ട് ഓരോ വാർഡിലും ഏതൊക്കെ ഈ സൂചികകൾ, ഓരോ വാർഡിലും എന്തൊക്കെ സൂചികകളാണോ ഉള്ളത്, എന്തൊക്കെ അടയാളങ്ങളാണോ ഉള്ളത്, അതിനനുസരിച്ച് മക്കൾ സാവധാനം നോക്കി എഴുതിയാൽ മതി കേട്ടോ. ഇനി കേരളത്തിലൂടെ താഴെ കൊടുത്തിരിക്കുന്ന ഭൂപടം പരിശോധിക്കൂ. നമുക്ക് അവിടെ കേരളത്തിന്റെ ഭൂപടമാണ് തന്നിട്ടുള്ളത്. കേരളത്തിലെ 14 ജില്ലകളായ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ്. അത്രയും ജില്ലകൾ കണ്ടില്ലേ? പിന്നെ അതുപോലെ ഓരോ ജില്ലകളിലും ഉള്ള സൂചികകൾ അവിടെ തന്നിട്ടുണ്ട്. വിമാനത്താവളത്തിന് നോക്കൂ, വിമാനത്തിന്റെ ചിഹ്നം. തുറമുഖത്തിന് കപ്പലിന്റെ ചിഹ്നം. സംസ്ഥാന അതിർത്തി എന്താണ്? ആ കട്ടിയുള്ള കറുത്ത വര. പിന്നെ ജില്ലാ അതിർത്തി അധികം കട്ടിയില്ലാത്ത കറുത്ത വര. പിന്നെ ജില്ലാ കേന്ദ്രം കറുപ്പ് ഡോട്ടഡ് ആയിട്ട് കണ്ടോ, അത്. റെയിൽവേ ഇങ്ങനെ ഡോട്ടഡ് ആയിട്ട് റെഡ് ലൈനിലുള്ള ചുവപ്പടയാളത്തിലുള്ള ഡോട്ടഡ് ലൈൻസ് ആണ്, കുത്തുകളാണ് എന്ത്, റെയിൽവേയെ സൂചിപ്പിക്കുന്നത്. പിന്നെ ഇതിന്റെ വടക്ക് ഭാഗം ഏതാണ്? N എന്നെഴുതിയ മുകളാണ്. തെക്ക് ഭാഗം S എന്നെഴുതിയ താഴേക്ക്. കിഴക്ക് ഭാഗം E എന്നെഴുതിയ ഈ ഭാഗത്തേക്ക്. പടിഞ്ഞാറ് ഭാഗം W എന്നെഴുതിയ ആ ഭാഗത്തേക്ക്. അതും ദിക്കുകളൊക്കെ നോക്കി മനസ്സിലാക്കുക. നേരത്തെ ഒരു വാർഡുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ തന്നതുപോലെ ഇനി കേരളത്തിന്റെ ഭൂപടവുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ താഴെ തന്നിട്ടുണ്ട്. നോക്കൂ, കേരളത്തിന്റെ ഏത് ദിക്കിലാണ് അറബിക്കടൽ സ്ഥിതി ചെയ്യുന്നത്? അപ്പൊ അതിനായിട്ട് നമുക്ക് കേരളത്തിന്റെ ഭൂപടം പരിശോധിക്കാം. അറബിക്കടൽ വരുന്നത് ഇവിടെ ഈ ഭാഗത്തായിട്ടാണ്, അത് പടിഞ്ഞാറ് ഭാഗമാണ്. ഇനി കേരളത്തിന്റെ തെക്കേ അറ്റത്തെ ജില്ല ഏത്? തെക്കെന്ന് പറയുമ്പോൾ ഏറ്റവും താഴെയാണ് അല്ലെ. തെക്കേ അറ്റത്ത് തിരുവനന്തപുരമാണ്. വിമാനത്താവളം സ്ഥിതി ചെയ്യുന്ന ജില്ലകൾ ഏതൊക്കെ? അതായത് ആ വിമാനത്തിന്റെ അടയാളങ്ങളുള്ള സ്ഥലങ്ങൾ നോക്കിയാൽ മതി. കണ്ണൂര്, മലപ്പുറം, എറണാകുളം, തിരുവനന്തപുരം. തുറമുഖമുള്ള ജില്ലകൾ ഏതൊക്കെ? അപ്പോൾ കപ്പലിന്റെ അടയാളം നോക്കണം. കോഴിക്കോട്, എറണാകുളം, തിരുവനന്തപുരം. റെയിൽപാത ഇല്ലാത്ത ജില്ലകൾ ഏതൊക്കെ? അതായത് ഈ ചുവന്ന കുത്തുകൾ പോവാത്ത ജില്ലകൾ ഏതൊക്കെയാണ്? വയനാട്, ഇടുക്കി. അടുത്ത ചോദ്യം, തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന ജില്ലകൾ ഏതൊക്കെ? തമിഴ്നാട് എന്ന് പറയുമ്പോൾ കണ്ടോ, നമ്മള് ആ കട്ടിയുള്ള കറുത്ത വര അവിടെ നമുക്ക് മാർക്ക് ചെയ്തിട്ടുണ്ടല്ലേ. അപ്പൊ അതിലുള്ള ആ ഭാഗവുമായി ടച്ച് ചെയ്ത് നിൽക്കുന്ന ജില്ലകൾ എഴുതണം. അതായത് മലപ്പുറം, പാലക്കാട്, ഇടുക്കി, പത്തനംതിട്ട, കൊല്ലം, തിരുവനന്തപുരം. ഏതെല്ലാം ജില്ലകൾക്കാണ് കടൽ തീരമുള്ളത്? അപ്പൊ കടൽ തീരം എന്ന് പറയുന്ന പ്രദേശം ഈ അറബിക്കടലുമായി ചേർന്നിരിക്കുന്ന ജില്ലകളാണ്. അപ്പോ തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശ്ശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളാണ് ഈ അറബിക്കടലുമായി ടച്ച് ചെയ്ത് നിൽക്കുന്നത്. അത് എഴുതാം. കണ്ടെത്തിയ വിവരങ്ങൾ ഉൾപ്പെടുത്തി കേരളത്തെ കുറിച്ച് ഒരു പതിപ്പ് തയ്യാറാക്കുക. പതിപ്പ് മക്കള് തയ്യാറാക്കി നോക്കണം കേട്ടോ. കേരളത്തിലെ നദികൾ. ധാരാളം വയലുകളും അരുവികളും കായലുകളും നദികളുമുള്ള ഭൂപ്രദേശമാണ് കേരളം. ഇവ കേരളത്തിന്റെ മനോഹാരിത വർദ്ധിപ്പിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. കേരളത്തിൽ 44 നദികളുണ്ട്. 41 നദികൾ പടിഞ്ഞാറോട്ടും 3 നദികൾ കിഴക്കോട്ടുമാണ് ഒഴുകുന്നത്. കിഴക്കോട്ട് ഒഴുകുന്ന നദികളും അവ ഉത്ഭവിക്കുന്ന ജില്ലകളും അടുത്ത പേജിൽ കൊടുത്തിരിക്കുന്ന ഭൂപടത്തിൽ നിന്നും കണ്ടെത്തൂ. കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ 3 ഞാൻ പറഞ്ഞുതരാം. കബനി, ഭവാനി, പാമ്പാർ എന്നിവയാണ്. അവ ഉത്ഭവിക്കുന്ന ജില്ലകൾ ഏതൊക്കെയെന്ന് നമുക്കിനി അടുത്ത ഭൂപടം നോക്കുമ്പോൾ നോക്കാം. കൂടുതൽ നദികളും പടിഞ്ഞാറോട്ട് ഒഴുകുന്നു. കാരണം എന്തായിരിക്കും? അതായത് 44 നദികളിൽ 41 പടിഞ്ഞാറോട്ടാണ്. അതിനുള്ള കാരണം എന്താണ്? കേരളത്തിന്റെ ഭൂപ്രകൃതിയാണ്. കേരളത്തിന്റെ ഭൂപ്രകൃതി പടിഞ്ഞാറൻ തീരത്തേക്ക് ചെരിഞ്ഞതാണ്. കിഴക്ക് ഉയരം കൂടിയ പശ്ചിമഘട്ട മലനിരകളും പടിഞ്ഞാറ് അറബിക്കടലുമാണ്. അതിനാൽ ഭൂരിഭാഗം നദികളും പടിഞ്ഞാറോട്ട് ഒഴുകുന്നു. നമുക്ക് ലോജിക്കലായിട്ട് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാവും, കേരളത്തിന്റെ കിഴക്കു ഭാഗം ഒക്കെ എന്താണ്? മലകളാണ്. ആ മലകളിൽ നിന്നാണല്ലോ നദികൾ ഉത്ഭവിക്കുക. എന്നിട്ട് കടലിൽ ചെന്നാണ് പതിക്കുക നദികൾ അല്ലെ. അപ്പോ പടിഞ്ഞാറ് ഭാഗത്ത് എന്താണ്? അറബിക്കടലുമാണ് ഉള്ളത്. അപ്പൊ സ്വാഭാവികമായിട്ടും കിഴക്കുള്ള മലകളിൽ നിന്ന് ഉത്ഭവിച്ച് പടിഞ്ഞാറുള്ള അറബിക്കടലിലേക്ക് പതിക്കുന്നു. കായലുകൾ. കേരളത്തിൽ വലുതും ചെറുതുമായ 34 കായലുകളുണ്ട്. അതിൽ 27 കടലുമായി ബന്ധപ്പെട്ടാണ് ഉള്ളത്. ശേഷിക്കുന്ന 7 ഉൾനാടൻ ജലാശയങ്ങളാണ്.
തന്നിരിക്കുന്ന ഭൂപടത്തിൽ ചില നദികളും കായലുകളും അടയാളപ്പെടുത്തിയിരിക്കുന്നത് നോക്കൂ. മക്കളെ നോക്കിക്കേ, ഭൂപടം ഇതാണ്. അതിൽ നദികൾ എന്ന് പറയുന്നത് ഈ നീല ലൈന് അധികം കട്ടിയില്ലാത്തത്, കായൽ എന്ന് പറയുമ്പോൾ കട്ടിയുള്ള ഈ പർപ്പിള് വര കണ്ടോ. ഇനി അതിന് താഴെ കുറച്ച് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഒന്നിലധികം ജില്ലകളിലൂടെ ഒഴുകുന്ന നദികൾ ഏതൊക്കെയാണ്? പമ്പയാറ്, പെരിയാറ്, ഭാരതപ്പുഴ, ചാലിയാർ പുഴ. ഒരു ജില്ലയിൽ മാത്രം ഒഴുകുന്ന നദികൾ ഏതൊക്കെ? കരമനയാർ, പാമ്പാർ, ഭവാനി, കബനി നദി, വളപട്ടണം പുഴ, മഞ്ചേശ്വരം പുഴ. നദികളും കായലുകളും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? യെസ് ഉണ്ട്. അത് നോക്കുന്നതിന് മുന്നായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ ഏത് ജില്ലകളിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് എന്ന്, അല്ലെ? അതിൽ കബനിയുടെ ഉത്ഭവ സ്ഥലം എന്ന് പറയുന്നത് വയനാടാണ്. ഭവാനിയുടെ ഉത്ഭവ ജില്ല പാലക്കാടാണ്. പാമ്പാറ് ഇടുക്കിയാണ്. ഇത് മൂന്നും ആ ജില്ലകളിലൂടെ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? ഒഴുകുന്നുള്ളൂ കേട്ടോ. ഇനി നദികളും കായലുകളും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്ന ചോദ്യത്തിന്റെ ഉത്തരം നോക്കാം. തീർച്ചയായും നദികളും കായലുകളും തമ്മിൽ വ്യത്യാസമുണ്ട്. അത് നമുക്കിവിടെ ഒരു പട്ടിക തന്നിട്ടുണ്ട്. ഈ പട്ടികയിൽ എഴുതി കൊടുക്കണം. നദികൾ നീളത്തിലൊഴുകുന്നു, കായലുകൾ പരന്നു കിടക്കുന്നു. അതുപോലെ അടുത്ത വ്യത്യാസം, നദികൾക്ക് കൃത്യമായൊരു ഉത്ഭവസ്ഥാനവും അഴിമുഖവുമുണ്ട്. കായലുകൾക്ക് എന്താണ്? ഉത്ഭവസ്ഥാനമല്ല, പക്ഷെ കടലുമായിട്ട് ബന്ധമുണ്ട്. ഇനി നദികൾക്ക് ഒഴുക്ക് കൂടുതലാണ്, കായലുകൾക്ക് ഒഴുക്ക് കുറവാണ്. ഇനി നമുക്ക് ഇതിലെ വിലയിരുത്താം ചോദ്യങ്ങൾ നോക്കാം. ചോദ്യം 1, ചിത്രം നിരീക്ഷിച്ച് ഏറ്റവും ഉചിതമായതിന് ശരി അടയാളം ഇടുക. അപ്പൊ നമുക്കിവിടെ കുറച്ച് ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. കോളേജ്, ആശുപത്രി, ഷോപ്പിംഗ് മോള്, ഹോട്ടല്, അതുപോലെ പോസ്റ്റ് ഓഫീസ്, പിന്നെ പാർക്ക്, മ്യൂസിയം, ഇതൊക്കെ ഉണ്ടല്ലേ. സോറി, പോസ്റ്റ് ഓഫീസ് അല്ല കേട്ടോ, പോലീസ് സ്റ്റേഷൻ ആണ്. പിന്നെ ഒരു കുളമുണ്ട്. പിന്നെ അതുപോലെ ഇതിന്റെ ഓരോ ദിശകൾ എങ്ങോട്ടാണെന്നുണ്ട്. മുകളിലേക്ക് വടക്ക്, എന്നെഴുതിയത് വടക്ക്, താഴേക്ക് തെക്ക്, പിന്നെ ഇ എന്നെഴുതിയത് കിഴക്ക്, ഡബ്ല്യു പടിഞ്ഞാറ്, എന്താണ് പടിഞ്ഞാറ് കേട്ടോ. അങ്ങനെ ഡബ്ല്യു എന്താണ്? പടിഞ്ഞാറ്. അങ്ങനെയാണ് വരുന്നത് കേട്ടോ. ഇനി നമുക്ക് ചോദ്യങ്ങൾ നോക്കാം. ചോദ്യം എ, കോളേജിന്റെ ഏത് ദിശയിലാണ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്? കോളേജിന്റെ നോക്കൂ, മ്യൂസിയം ഇങ്ങോട്ടാണ്, ഇവിടെയാണ് വരുന്നത്. അപ്പോൾ കോളേജിന്റെ തെക്ക് കിഴക്ക് ഭാഗത്തായിട്ടാണ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. ബി, പാർക്കിന്റെ ഏത് ദിശയിലാണ് കുളം? പാർക്ക് എവിടെ മക്കളെ? പാർക്ക് ഇവിടെയാണ്. അതിന്റെ ഏത് ദിശയിലാണ് കുളം വരുന്നത്? വടക്ക് കിഴക്ക് ദിശയിലായിട്ടാണ് വരുന്നത്. സി, പോലീസ് സ്റ്റേഷന്റെ ഏത് ദിശയിലാണ് കോളേജ് സ്ഥിതി ചെയ്യുന്നത്? പോലീസ് സ്റ്റേഷന്റെ ഏത് ദിശയിലാണ് മക്കളെ കോളേജ് ഇതാ ഇവിടെയാണ്. അത് വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ് വരുന്നത്. ചോദ്യം 2, ഒരു ഭൂപടത്തെ നോക്കി നിൽക്കുന്ന ആളിന്റെ വലതുവശം ഭൂപടത്തിലെ ഏത് ദിക്കിന് നേരെയായിരിക്കും? കിഴക്ക്, പടിഞ്ഞാറ്, തെക്ക്, വടക്ക്. ഭൂപടത്തെ നോക്കി നിൽക്കുകയാണ് ഒരാൾ. ഭൂപടത്തെ നോക്കി നിൽക്കുക. നിങ്ങളിങ്ങനെ ഭൂപടത്തെ നോക്കി നിൽക്കുകയാണെന്ന് വിചാരിക്കുക. നിങ്ങളുടെ വലതുവശം ഏതാണ്? വലത് കൈയിന്റെ ഭാഗം ഏത് ദിക്കിന് നേരെയായിരിക്കും? കിഴക്കായിരിക്കും അല്ലേ? കാരണം എന്താണ്? സാധാരണയായിട്ട് ഒരു ഭൂപടത്തിൽ എന്ന് പറയുമ്പോൾ എന്താണ്? മുകൾ ഭാഗം വടക്ക്, താഴ്ഭാഗം തെക്ക്, നമ്മളുടെ വലതുഭാഗം കിഴക്ക്, ഇടതുഭാഗം പടിഞ്ഞാറ്. നോക്കൂ, ഇവിടെ തന്നെ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ വലതുഭാഗം എന്ന് പറയുന്നത് കിഴക്കാണ്. ചോദ്യം 3, നിങ്ങളുടെ സ്കൂൾ സ്ഥിതി ചെയ്യുന്ന ഗ്രാമപഞ്ചായത്തിൽ എത്ര സ്കൂളുകളുണ്ട്? അത് ഓപ്ഷണലാണ്. നിങ്ങളുടെ പഞ്ചായത്തിൽ എത്ര സ്കൂളുകളുണ്ടോ അത് അന്വേഷിച്ച് എഴുതുക. ചോദ്യം 4, ലിയ കുടുംബത്തോടൊപ്പം തിരുവനന്തപുരത്ത് നിന്ന് കോഴിക്കോട്ടേക്ക് ട്രെയിനിൽ യാത്ര ചെയ്യുകയാണ്. ഏത് ദിശയിലാണ് അവർ യാത്ര ചെയ്യുന്നത്? തിരുവനന്തപുരത്ത് നിന്ന് കോഴിക്കോട്ടേക്ക് അല്ലെ. അതായത് താഴെ നിന്ന് കേരളത്തിന്റെ ഭൂപടം എടുത്ത് നോക്കുമ്പോൾ താഴെ നിന്ന് മുകളിലേക്ക്. താഴെ എന്ന് പറയുമ്പോൾ താഴെയുള്ള ദിശ ഏതാണ്? തെക്കാണ്. അപ്പോൾ മുകളിലേക്ക് എന്ന് പറയുമ്പോൾ വടക്ക്. അപ്പൊ തെക്ക് നിന്ന് വടക്കോട്ടേക്കാണ് യാത്ര ചെയ്യുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാട്ടോ മക്കളെ ദിക്കറിയാം നാടറിയാം എന്നുള്ള പാഠഭാഗത്തിൽ നിങ്ങൾക്ക് ചെയ്യാനായിട്ടുള്ളത്. ചെയ്ത ആക്ടിവിറ്റീസും നമ്മുടെ പാഠഭാഗമൊക്കെ എല്ലാ മക്കൾക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് നമ്മുടെ ക്ലാസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അതുപോലെ 4ാം ക്ലാസ്സിലെ മറ്റു വിഷയങ്ങളുടെ വീഡിയോസിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ കമന്റ് ബോക്സിലൂടെ അറിയിക്കുക. അപ്പോൾ ശരി, നമുക്ക് അടുത്ത ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക്